മദ്യലഹരിയിൽ അസഭ്യം നടത്തിയ യുവാവിന് നേരെ ട്രാഫിക് പോലീസിന്റെ പെപ്പർ സ്പ്രേ പ്രയോഗം. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. ഇടുക്കി അടിമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. യുവാവ് ആദ്യം ബാറിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കി. പിന്നീട് സ്റ്റാൻഡിലെത്തിയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ അസഭ്യം പറഞ്ഞത്. തുടർന്ന് ട്രാഫിക് പോലീസ് എത്തിയപ്പോഴേക്കും അവർക്ക് നേരെയായിരുന്നു അസഭ്യ വർഷം. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. VK സ്റ്റാലിൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സ്റ്റാലിൻ, സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോലീസിന് വലിയ കയ്യടിയാണ് നൽകുന്നത്. ആരാണ് ഈ യുവാവ്? എന്തായാലും ഇത് ചോദിച്ചു വാങ്ങിയ ഒരു പെപ്പർ സ്പ്രേ പ്രയോഗം അല്ലേ? നവമി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇത് അയാൾ ചോദിച്ചു വാങ്ങിയ ഒരു ഇതാണെന്ന് വേണം നമുക്ക് പറയാനായിട്ട്. കാരണം ഇയാൾ സ്ഥിരമായി മദ്യപാനിയാണ്. അതുപോലെ തന്നെ സമീപത്തെ ഒരു ഉന്നതിയിലെ താമസക്കാരനാണ്. ഇയാള് ബാറിൽ വന്ന് മദ്യപിക്കുകയും അതിനുശേഷം ടൗണിൽ ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പതിവ് കാഴ്ചകളാണ്. എങ്കിലും ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ടൗണിലെ റോഡിലെ ഉള്ള സമയത്ത് തന്നെയാണ് ഇയാള് ഇത്തരത്തിൽ മദ്യപിച്ച് ആംഗ്യങ്ങൾ കാണിക്കുകയും വേറെ ചില ചേഷ്ടകൾ കാണിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം പോലീസിന്റെ വാഹനം കണ്ട് പോലീസ് വാഹനത്തിന് മുമ്പിൽ നിന്ന് ആദ്യം സല്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം അവരെ ചീത്ത വിളിക്കുന്നു. കുറെ സമയം അവിടെ മെനക്കെട്ടെങ്കിലും അവിടെ ചെലവഴിച്ചെങ്കിലും പോലീസ് എങ്ങനെയെങ്കിലും ഒഴിവായി പോകട്ടെ എന്നൊരു നിലപാടിലായിരുന്നു പോലീസ്. കാരണം ഇയാളെ ആൾക്കാർക്ക് അറിയുന്നതാണ്, ആളൊരു സാധുവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒഴിവായി പോകട്ടെ എന്നായിരുന്നു പോലീസിന്റെ ചിന്ത. എന്നാൽ സമയം കഴിഞ്ഞു പോകും തോറും ഇയാളെ പോകാതെ വന്നതോടുകൂടിയാണ് ഇയാളുടെ മുഖത്തേക്ക് ഈ പെപ്പർ സ്പ്രേ അടിച്ചത്. അതും ഇയാൾ ചെന്നിട്ട് പോലീസ് വണ്ടിക്കകത്തേക്ക് തലയിട്ട് നോക്കിക്കൊണ്ട് വീണ്ടും സംസാരിച്ചപ്പോഴാണ് അത് ചെയ്തത്. പോലീസിന്റെ ചില കടന്ന കൈയായിപ്പോയി എന്നൊക്കെ ചില ആളുകളൊക്കെ ഇതിനെ സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഭൂരിപക്ഷം ആളുകളും അല്ലെങ്കിൽ സമൂഹവും പോലീസിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. കാരണം അയാളെ മർദ്ദിക്കുകയോ മറ്റ് തരത്തിലുള്ള ക്രൂരമായ പ്രവൃത്തികളൊന്നും ചെയ്യാതെ തന്നെ അയാളെ ഇവിടുന്ന് ഒഴിവാക്കാനായിട്ടുള്ള പോലീസിന്റെ തന്ത്രം ഫലം കണ്ടു എന്ന് തന്നെയാണ് ഏതായാലും സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്ന പോലീസിന് സപ്പോർട്ടായിട്ട് തന്നെയാണ് ഈ കാര്യത്തിൽ ആളുകളുടെ ഒക്കെ നിലപാട്. നവമി, ശരി, സ്റ്റാലിനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.